Hello everyone, welcome to today's video. In this video, Signals and System in the subject module 1 basic operations on signal in the topic base a problem we solve this problem basic operations time scaling, time shifting, time reversal. These three operations use the problems solve. So let's see the question now. A continuous time signal x of t is shown in this figure. Sketch and label each of the following signal. So now let's see the first part. Okay, that is x of t minus 1. Okay, for x of t minus 1, this question x of t minus 1 ennukonde mean cheyyunnathu time shifting property aanu. Sorry, not property, time shifting operation aanu ee oru problemil vandirikkunnathu. And ivide x of t minus t naught ennulla oru general form nammal edukkaanengil this is a delayed function or namukku kittunna signal ine t naught time period right shift cheyanam. Minus t naught means we need to right shift the signal by t naught. Ee case il t naught inde value ennu parayunnathu 1 aanu. T naught inde value 1 means ee x of t എന്നുള്ളൊരു ഈ സിഗ്നലിനെ 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. റൈറ്റ് ഷിഫ്റ്റ് x of t by 1 യൂണിറ്റ്. റൈറ്റ് ഷിഫ്റ്റ് x of t by 1 യൂണിറ്റ്. ഈ സിഗ്നലിനെ 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ടോട്ടലി 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് this signal will look like this. Okay, so this is our resultant signal and namukku ee signal inde end points namukku engane calculate cheyan pattum. For that ivide vandirikkunna first value ennu parayunnathu -2 aanu. Ee signal inde ee end point ennu parayunnathu 2 aanu. So 1 unit right shift means we need to add by 1, that is plus 1 cheyanengil namukku kittuna value ennu parayunnathu -1. Here it is plus 3. -1 ഉം +3 ആയിരിക്കും നമുക്ക് കിട്ടുന്ന end points or directly ഈ ഫിഗർ നോക്കിക്കൊണ്ട് തന്നെ 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഫിഗർ ഡ്രോ ചെയ്യാൻ പറ്റും. ഓർ ബൈ കാൽക്കുലേഷൻ ഓൾസോ റൈറ്റ് ഷിഫ്റ്റ് മീൻസ് ആഡ് 1 യൂണിറ്റ്. സോ ദിസ് വിൽ ബി -1 0 1 and this is 2 and this is +3. This will be the resultant signal x of t minus 1. Okay, so I hope this time shifting operation is clear to you. And here minus t naught means a delayed operation aanu ivide vandirikkunnathu. So delayed operation vanninal right shift by t naught. Now let's see the b part. Ee question de b part nokkuvanengil x of 2 minus t. Ee 2 minus t ennu varuna value ine first we need to rearrange like t എന്നുള്ളൊരു ടേം ഫസ്റ്റ് ആയിട്ട് റീറൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് 2. ഈ ഒരു ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിയുടെയും കോമ്പിനേഷനാണ് ടൈം ഷിഫ്റ്റിംഗ് ആൻഡ് ടൈം റിവേഴ്സൽ. ടൈം ഷിഫ്റ്റിംഗ് ടൈം റിവേഴ്സൽ അങ്ങനെ രണ്ട് ഓപ്പറേഷൻസിൻ്റെ കോമ്പിനേഷൻസ് വരുമ്പോൾ നോർമലി ടൈം ഷിഫ്റ്റിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈം റിവേഴ്സൽ എന്നുള്ളൊരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി നീഡ് ടു ഡു ടൈം ഷിഫ്റ്റിംഗ് ലേറ്റർ ഓൺ ടൈം റിവേഴ്സൽ. സോ ഈ ഫങ്ഷനിൽ ടൈം ഷിഫ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഓഫ് ടി പ്ലസ് ടി നോട്ട് എന്നുള്ളൊരു ജനറൽ ഫങ്ഷൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ this is an advanced function or t naught unit ഈ സിഗ്നലിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം. ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ t naught unit, left shift by t naught.
ഈ കേസിൽ ടി നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ടി നോട്ടിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് ഈ സിഗ്നലിനെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം, 2 യൂണിറ്റ്സ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഓർ വി ക്യാൻ സേ 2 യൂണിറ്റ്സ് ഇത് ഈ സിഗ്നൽ അഡ്വാൻസ് ആയി എന്ന് നമുക്ക് പറയാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് 2 എൻ പോയിൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഫങ്ഷന് നോർമലി ഇവിടെ ഫസ്റ്റ് ടെർമിനൽ പോയിൻ്റ് എന്ന് പറയുന്നത് -2 ആണ്, സെക്കൻഡ് ടെർമിനൽ പോയിൻ്റ് എന്ന് പറയുന്നത് +2 ആണ്. അഡ്വാൻസ് സിഗ്നലിന് ഇവിടെ +2 ആയതുകൊണ്ട് റിസൾട്ടൻറ്റ് ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് -2 കൊണ്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. -2 കൊണ്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -4 and 0 ആയിരിക്കും. സോ വിത്തൗട്ട് ഡ്രോയിങ് ദിസ് റിസൾട്ടൻറ്റ് ഫങ്ഷൻ നമുക്ക് മനസ്സിലാക്കാം രണ്ട് ടെർമിനൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -4ഉം 0ഉം ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് വി ഡ്രോ ലൈക്ക് ദിസ്, -4 എന്നുള്ളൊരു യൂണിറ്റിലായിരിക്കും നമ്മുടെ സിഗ്നലിൻ്റെ ടെർമിനൽ പോയിൻറ്റ് ആൻഡ് 0 എന്നുള്ളൊരു പോയിൻറ്റിലായിരിക്കും ഈ സിഗ്നൽ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ സിഗ്നൽ ഇഫ് വി draw. Okay, but ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത് x(t+2) എന്നുള്ളൊരു സിഗ്നലാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ബട്ട് ക്വസ്റ്റ്യനിൽ x(-t+2) ആണ് ചെയ്യേണ്ടത്. സോ വി നീഡ് ടു ഡു ദി സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ടൈം റിവേഴ്സൽ. നോർമലി ടൈം റിവേഴ്സലിന് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് y ആക്സിസ് ഈ സിഗ്നലിനെ ഫോൾഡ് ചെയ്യാം. ഈ കേസിൽ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഈ സിഗ്നലിനെ നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് x(-t+2). The resultant signal will be look like this. Okay, this will be the resultant signal. Okay, so നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ദിസ് പോയിൻറ്റ്സ് ആർ 1, 2, 3 and 4 റെസ്പെക്റ്റീവ്ലി. സോ ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ T0 യൂണിറ്റ്സ് ആൻഡ് ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. ഫോൾഡ് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം റിവേഴ്സൽ ചെയ്ത് കിട്ടുന്ന ആൻസർ നമുക്ക് കിട്ടും. നൗ ലെറ്റ്സ് സീ ദി തേർഡ് പാർട്ട്. ഇൻ ദി തേർഡ് പാർട്ട് x(2t+1). x(2t+1) എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ഷിഫ്റ്റിംഗ് ആൻഡ് ടൈം സ്കെയിലിംഗ്. ടൈം ഷിഫ്റ്റിങ്ങിൻ്റെയും ടൈം സ്കെയിലിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ക്വസ്റ്റ്യൻ. രണ്ട് ഓപ്പറേഷൻസിൻ്റെ കോമ്പിനേഷൻ വരുന്ന കേസിൽ ടൈം ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ. ആഫ്റ്റർ ഡൂയിങ് ഷിഫ്റ്റിംഗ് ഓൺലി സ്കെയിലിംഗ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് x(t+1) കാൽക്കുലേറ്റ് ചെയ്യാണ്. x(t+1) എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് സിഗ്നലാണ്. സോ വി മസ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ദ സിഗ്നൽ ബൈ 1 യൂണിറ്റ്. ഈ സിഗ്നലിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആൻഡ് ദി എൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് -2 and 2, ഇവിടെ +1 ആണെങ്കിൽ -1 കൊണ്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ആൻഡ് ദ റിസൾട്ടൻറ്റ് വിൽ ബി -3 and +1. സോ ദിസ് വിൽ ബി -3 +1 -2 -1 0. This signal is what x(t+1). x(t+1) ആണ് നമ്മളിവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷായി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം സ്കെയിലിംഗ് ആണ്. ഇവിടെ ടൈം സ്കെയിലിംഗ് എന്ന് പറയുന്നത് 2 എന്നുള്ളൊരു വാല്യൂ കൊണ്ടാണ് ടൈം സ്കെയിലിംഗ് ചെയ്തിരിക്കുന്നത്. x(at) എന്നുള്ളൊരു ജനറൽ ഫങ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇഫ് a ഈസ് ഗ്രേറ്റർ ദാൻ 1, നോർമലി നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കംപ്രസ്ഡ് സിഗ്നൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു കംപ്രഷൻ സംഭവിക്കും. നമുക്ക്
തന്നിരിക്കുന്ന സിഗ്നലിന് ഒരു കംപ്രഷൻ സംഭവിക്കും. വെറസ് എ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ എക്സ്പാൻഡ് ആവും, അതായത് എക്സ്പാൻഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഈ കേസിൽ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്, ദാറ്റ് ഈസ് 2 ആണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. സോ ഈ കിട്ടുന്ന n പോയിൻറ്റ്സിനെ നമുക്ക് ആ എ എന്നുള്ളൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കംപ്രഷൻ മീൻസ് ഡിവൈഡ് ബൈ എ ആൻഡ് എക്സ്പാൻഷൻ മീൻസ് മൾട്ടിപ്ലൈ ബൈ എ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടെർമിനൽ പോയിൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമ്മൾ ടെർമിനൽ പോയിൻറ്റ്സിനെ 2 എന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ -3 എന്നുള്ളത് -3/2, -2/2, -1/2, 0 ആൻഡ് +1/2 ഈ വാല്യൂസിലായിരിക്കും നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന സിഗ്നലിൻ്റെ എൻ പോയിൻറ്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് -3/2, -1, -1/2, +1/2 ആൻഡ് 0. നമുക്ക് കിട്ടുന്ന ഈ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബിക്കോസ് ടൈം ഓപ്പറേഷൻസ് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് എല്ലാ വാല്യൂസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിട്ട് റിമെയിൻ ചെയ്യും. നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് സെയിം ഷേപ്പ് തന്നെയായിരിക്കും. ഓൺലി ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദ time values are compressed by a value of 2. Okay, so I hope this section is clear to you. So this will be our resultant signal x of 2t plus 1. Now let's see the d part. In the d part നോക്കുകയാണെങ്കിൽ x of 4 minus t/2 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സിഗ്നലിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് -t/2 + 4. -t/2 + 4 എന്ന് പറയുമ്പോൾ ഈ സിഗ്നൽ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 3 ഓപ്പറേഷൻസ് ആണ്. 3 ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് ഷിഫ്റ്റിംഗ്, ടൈം ഷിഫ്റ്റിംഗ്, ദെൻ ടൈം സ്കെയിലിംഗ് ആൻഡ് ദെൻ റിവേഴ്സൽ. ടൈം സ്കെയിലിംഗ് ആൻഡ് റിവേഴ്സൽ 3 ഓപ്പറേഷൻസിൻ്റെയും കോമ്പിനേഷനാണ് ഈ ഒരൊറ്റ സിഗ്നൽ. ആൻഡ് ഈ 3 ഓപ്പറേഷൻസ് വരുമ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ചെയ്യണം, നെക്സ്റ്റ് സ്കെയിലിംഗ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലാണ് റിവേഴ്സൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇഫ് സോ ഈ തന്നിരിക്കുന്ന ഫങ്ഷനെ ഫസ്റ്റ് ഷിഫ്റ്റിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ t+4 എന്നുള്ളൊരു സിഗ്നലാണ് നമുക്ക് ഫസ്റ്റ് ഡ്രോ ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് എക്സ് ഓഫ് t/2 + 4 എന്നുള്ളൊരു സിഗ്നൽ നമ്മൾ ഡ്രോ ചെയ്യണം. ആൻഡ് ഫൈനൽ സ്റ്റെപ്പിൽ ടൈം റിവേഴ്സൽ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് -t/2 + 4 എന്നുള്ളൊരു റിസൾട്ടൻറ്റ് സിഗ്നൽ കിട്ടും. ആൻഡ് ഈ കേസിൽ +4 എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഫങ്ഷനാണ്. സോ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 യൂണിറ്റ്. ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 യൂണിറ്റ് മീൻസ് ടെർമിനൽ പോയിൻറ്റ്സിനെ -4 കൊണ്ട് ആഡ് ചെയ്യുക. ആൻഡ് ദ റിസൾട്ടൻറ്റ് സിഗ്നൽ ഈസ് -6 ആൻഡ് -2 എന്നുള്ളൊരു എൻ പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് റിസൾട്ടൻറ്റ് സിഗ്നൽ കിട്ടുന്നത്. ദാറ്റ് മീൻസ് റിസൾട്ടൻറ്റ് സിഗ്നൽ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് -1, -2, -3, 5 ആൻഡ് -6 ആൻഡ് the signal will look like this. Okay, so this is our resultant signal after doing first operation, that is shifting x of t + 4. next step എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ഓഫ് 80 എന്നുള്ളൊരു ജനറൽ ഫോമിൽ a<1 ആണ്. ഈ കേസിൽ a<1 മീൻസ് എക്സ്പാൻഷൻ ആണ്. ഈ സിഗ്നൽ എക്സ്പാൻഡ് ആവും ബൈ എ യൂണിറ്റ് ഓഫ് 2.
n പോയിൻറ്റ്സിനെ ഈ കേസിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഈ -6 എന്നുള്ളത് -12 ആയി മാറും, -2 എന്നുള്ളത് -4 ആയി മാറും. ഈ രണ്ട് വാല്യൂസ് ആയിരിക്കും നമ്മുടെ ടെർമിനൽ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. ആ സിഗ്നൽ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ വാല്യൂസ് ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. ലെറ്റ് ദിസ് ബി -4, -4, -6, -8, -10 ആൻഡ് -12. ഈ രീതിയിലായിരിക്കും ഈ ഓരോ പോയിൻറ്റ്സും മൾട്ടിപ്ലൈ ആയി വരുന്നത്. ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ഈ കേസിൽ മാഗ്നിറ്റ്യൂഡിനൊന്നും ചേഞ്ച് വരില്ല, ഓൺലി ദ ഡിഫറൻസ് ഇൻ ദി ടൈം വാല്യൂസ്. ഓക്കെ, സോ ഈ സിഗ്നൽ എന്ന് പറയുന്നത് x(t/2 + 4) എന്നുള്ളൊരു സിഗ്നലാണ് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് റിവേഴ്സൽ അപ്ലൈ ചെയ്യേണ്ടത്. റിവേഴ്സൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഫോൾഡ് ദ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. y ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു ഈ സിഗ്നൽ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ -4 എന്നുള്ള വാല്യൂ +4 ആവും. ഈ നെഗറ്റീവ്, എല്ലാ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവായിട്ട് ഇവിടെ നമ്മുടെ RHSൽ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. 6, 8, 10 and 12. This will look like this, just like a mirror image. ഒരു മിറർ ഇമേജ് ആയിട്ട് നമുക്ക് ഈ സിഗ്നൽ റീഡ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് സിഗ്നൽ ഈസ് x(-t/2 + 4). This is the required answer. In the F section, x(t) is multiplying with two impulse functions, delta of t + 3/2 minus delta of t minus 3/2. And what is the speciality of this impulse function? Impulse function എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സിഗ്നലാണ്. ഇമ്പൾസ് ഫംഗ്ഷന് x(t) മൾട്ടിപ്ലൈഡ് ബൈ, ഈ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആൻസർ എന്ന് പറയുന്നത് x(t0 × delta of t minus t0) ആയിരിക്കും. ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് ഈ രണ്ട് ഇമ്പൾസ് സിഗ്നൽസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ x(t) മൾട്ടിപ്ലൈഡ് ബൈ delta of t + 3/2 മൈനസ് x(t) × delta of t minus 3/2 എന്നുള്ളൊരു രണ്ട് സിഗ്നൽ കിട്ടും. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് എഴുതുകയാണെങ്കിൽ ഇവിടെ x(t) -3/2 ഈക്വലൻ്റ് ആണ് ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂസ്. ഇഫ് സോ നമുക്ക് റീറൈറ്റ് ചെയ്യാം. x(t0) എന്ന് പറയുന്നത് -3/2 ആണ്. x(-3/2) മൾട്ടിപ്ലൈഡ് ബൈ delta of t + 3/2 minus of x(3/2) multiplied by delta of t minus 3/2. And what is the value of x(-3/2)? ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ x(-3/2) എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. ആൻഡ് ഇതിൻ്റെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് y = 1 ആണ്, x = 1 ആണ്. ഇഫ് സോ m = 1 ആണ്. സ്ലോപ്പ് ഈ കേസിലെ 1 ആണ്. സ്ലോപ്പ് 1 ആയതുകൊണ്ട് -3/2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 0.5 ഈക്വലൻ്റ് ആണ്. സോ ദിസ് വാല്യൂ വിൽ ബി -0.5. -0.5 ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. സോ ഇവിടെ നമുക്ക് എഴുതാം 0.5 × delta of t + 3/2 മൈനസ് ഇവിടെ x(3/2) എന്നുള്ളൊരു വാല്യൂ, x(3/2) എന്നുള്ളൊരു വാല്യൂ ഇവിടെ ആയിട്ട് വരും
3/2 ആൻഡ് അഗെയിൻ ഈ ട്രയാങ്കിളിൻ്റെയും സ്ലോപ്പ് നമുക്ക് 1 ആയിട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈ എക്സ് എന്നുള്ളൊരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.5 ആയിരിക്കും. ആൻഡ് ഹിയർ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് 0.5 മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ഓഫ് ടി മൈനസ് 3/2. സോ ദാറ്റ് ഈസ് നമുക്കറിയാം ഡെൽറ്റ ഓഫ് ടി പ്ലസ് 3/2 എന്ന് പറയുന്നത് ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ദിസ് ഇമ്പൾസ് ഫംഗ്ഷൻ അറ്റ് ടി ഈക്വൽ ടു മൈനസ് 3/2 എന്നുള്ളൊരു പോയിന്റിലുള്ള വാല്യൂ ആണ്. ഇത് എന്ന് പറയുന്നത് ടി ഈക്വൽ ടു പ്ലസ് 3/2 എന്നുള്ളൊരു പോയിന്റിലുള്ള വാല്യൂ ആണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഫംഗ്ഷൻ വരയ്ക്കുകയാണെങ്കിൽ മൈനസ് 3/2ലും പ്ലസ് 3/2ലായിരിക്കും നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് മൈനസ് 3/2 വാല്യൂ ഓഫ് ദി ഇമ്പൾസ് എന്ന് പറയുന്നത് ഓർ ഈ ഇമ്പൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മൈനസ് 0.5 ആയിരിക്കും. മൈനസ് 0.5. ഓക്കെ, ഈ ഒരു ആരോ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് വരയ്ക്കുന്നത് കൊണ്ട് മൈനസ് എന്നുള്ളൊരു സിംബൽ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് എഗെയിൻ ഈ പ്ലസ് 3/2ലും നമുക്ക് കിട്ടുന്ന ഈ ഇമ്പൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. സോ ദിസ് വിൽ ബി ദി ആൻസർ ഫോർ അവർ പാർട്ട് എഫ് പാർട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് all these signals are clear to you. Okay, we will see with another video in the next lecture. Thank you.